നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ബിടെക് പരീക്ഷ ഡിസംബറിൽ. ബിടെക് ഫസ്റ്റ് സെമസ്റ്റർ മുതൽ 8th സെമസ്റ്റർ വരെയുണ്ട്. അതിനകത്ത് ബിടെക്കിൻ്റെ ഫസ്റ്റ് സെമസ്റ്ററുകാരുടെ പരീക്ഷയാണ് ഡിസംബറിൽ. ഫസ്റ്റ് സെമസ്റ്ററുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ അവർ പലയിടത്തും കോളേജുകളിൽ ക്ലാസ് തുടങ്ങിയതേ ഉള്ളൂ. നിങ്ങൾക്ക് കമൻസ് ഇടാം, ചില കോളേജുകളിൽ ക്ലാസ് തുടങ്ങിയിട്ട് പോലും ഇല്ല. പക്ഷേ ഒരു കാര്യമില്ല, ഒക്ടോബറിൽ തുടങ്ങിയാലും നവംബർ ഡിസംബർ 2-2.5 മാസം കൊണ്ട് നിങ്ങൾ 6 മാസം, ഒരു സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ 6 മാസം പണ്ടും കിട്ടാറൊന്നുമില്ല, അത് വേറെ കാര്യം. പണ്ടും 2 മാസം 3 മാസം. എന്നാലും ഇത് +2 കഴിഞ്ഞൊരു സ്പൂൺ ഫീഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാം കൃത്യമായിട്ടെല്ലാം പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ പഠിച്ച് എല്ലാവരുടെയും വളരെ വളരെ കുറച്ച് കുട്ടികളെ കാണത്തുള്ളൂ വളരെ സ്വന്തമായിട്ട് പഠിച്ചൊക്കെ കയറി വളരെ ഇതായിട്ടൊക്കെ വന്നു. അല്ലാത്ത കുട്ടികളൊക്കെ ഒരു 99% കുട്ടികളെല്ലാം ട്യൂഷനും ബാക്കിയുള്ള ഓൺലൈൻ മീഡിയ എല്ലാം കണ്ടിട്ടായിരിക്കും വന്നിരിക്കുന്നത്. ബിടെക് വരുമ്പോൾ പാളുന്നത് അവിടാണ്. അധ്യാപകർ പഠിപ്പിക്കുന്നവർ വളരെ 10% പേരെ കാണത്തുള്ളൂ, 90% അധ്യാപകർ പഠിപ്പിക്കത്തില്ല. അവർ പെട്ടെന്ന് പരീക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെത്താൻ പ്രിപ്പയർഡ് ആയിരിക്കണം. പിന്നെ ന്യൂ സ്കീം ഓഫ് സിലബസ് ആണ്, പുത്തൻ സ്കീം ഓഫ് സിലബസ് ആണ് വരുന്നത്. അന്നേരം 2.5 മാസം കൊണ്ട് നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ പരീക്ഷ എന്ന് പറയുമ്പോൾ കേട്ട് ഞെട്ടുക എന്ന് മാത്രമല്ല, നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ് ആദ്യമേ. ലൈബ്രറിയിൽ നിന്നൊക്കെ ആവശ്യമുള്ള ബുക്സ് മേടിക്കുക, ലൈബ്രറിയിൽ നിന്ന് ഇല്ലാത്ത ബുക്സ് സിലബസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ ബുക്സ് റെഫർ ചെയ്യണമെന്ന് കാണും. ആ ബുക്കുകൾ നിങ്ങൾ ഒന്നുകിൽ ലൈബ്രറിയിൽ നിന്ന് എടുക്കുക, ലൈബ്രറിയിൽ നിന്ന് ഇല്ലെങ്കിൽ നിങ്ങൾ മേടിക്കാൻ നോക്കുക, അതല്ലാതെ വേറെ ഓപ്ഷൻസ് ഇല്ല. അത് വെച്ച് നമ്മൾ തന്നെത്താൻ സെൽഫായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. നല്ല അധ്യാപക ക്ലാസ്സുകൾ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധ്യാപക ക്ലാസ്സുകൾ കേൾക്കാം. ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ആദ്യമായിട്ട് പോകുന്ന കുട്ടികളാണെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററുമാണ് നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സെമസ്റ്ററുകൾ. വേറെ ഒന്നും കൊണ്ടല്ല, കോർ സബ്ജക്റ്റുകളിലൊന്നും വലുതായിട്ട് പോകുന്നില്ല. എല്ലാം ബേസിക് ഇലക്ട്രോണിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതെല്ലാം വരുന്നത് ഈ ഫസ്റ്റും സെക്കൻഡും സെമസ്റ്ററുകളിലാണ്. അന്നേരം മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. 3rd 4th ഒക്കെ നമുക്ക് കുറച്ചുകൂടെ മാർക്ക് നന്നായിട്ട് പഠിച്ചാലേ ഉള്ളൂ. ഇച്ചിരി പിടിച്ച് നിൽക്കുന്ന ബ്രാഞ്ച്, പിടിച്ച് കെട്ടുന്ന ബ്രാഞ്ചാണ് മാർക്കിനെ 3rd 4th 5th 6th ഒക്കെ. അന്നേരം ഒരുപാട് മാറ്റങ്ങളുണ്ട് പുത്തൻ സ്കീമിൽ, അതൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും. എന്തായാലും നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഡിസംബറിൽ പരീക്ഷ ഉണ്ടെന്ന് വിചാരിച്ച് അന്നേരം പൂജ അവധിയൊക്കെ കഴിഞ്ഞ ശേഷം പതുക്കെ നല്ല വൃത്തിയായിട്ട് പഠിച്ചു തുടങ്ങുക. ഈ പറഞ്ഞ ബുക്സും ഒക്കെ മാക്സിമം എടുത്ത് ലൈബ്രറിയിൽ നിന്നൊക്കെ എടുക്കുക. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യാം. ഉറപ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ, ബിടെക്കിൻ്റെ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്യുക. ഉറപ്പായിട്ട് ഇതെല്ലാം കണ്ടൻറ്റുള്ള വീഡിയോസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന, ഒരു ദിവസം നല്ല പ്രയോജനപ്പെടുന്ന വീഡിയോസായിട്ട് മാറും ഇതെല്ലാം. അന്നേരം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻസ് ഉറപ്പായിട്ട് നിങ്ങൾ ഇടുക. എന്തായാലും ഉറപ്പായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ബിടെക്കിനെ കുറിച്ചുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം 100%. അന്നേരം എല്ലാ കുട്ടികളും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഏത് അവസരങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, നല്ല ഗംഭീരമായിട്ട് പഠിച്ച് മാർക്ക് മേടിക്കുക എന്നുള്ളതാണ്. അതാണല്ലോ നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതേ ഉള്ളൂ. അല്ലാതെ KTU പരീക്ഷ മാറ്റി 2-3 മാസം മാറ്റി എന്നുള്ള സ്വപ്നം കണ്ടൊന്നും കിടക്കരുത്. നമ്മൾ ഈ മാസമാണ് പരീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു തുടങ്ങാം. ഓക്കെ, അന്നേരം അടുത്ത അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്നവരെ never ever give up.